നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട കേരള പാഠാവലി, മലയാളം എല്ലാ പാഠങ്ങളും ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു മാതൃകാ ചോദ്യപേപ്പർ, അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മലയാളം കേരള പാഠാവലിയിലെ ഭാഗങ്ങൾ. 1.5 മണിക്കൂറാണ് പരീക്ഷാ സമയം. 40 മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതണം. 5 ചോദ്യങ്ങൾ തരും. അതിൽ നിങ്ങൾക്കറിയാവുന്ന 4 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. 1 മാർക്ക് വീതമാണ്. അങ്ങനെ 4 ചോദ്യങ്ങൾക്ക് 4 മാർക്ക്. 1ാമത്തെ ചോദ്യം, പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൾ എന്തുകൊണ്ട്? സുഹൃതഹാരങ്ങൾ എന്ന കവിതയിലെ ഒരു വരിയാണിത്. ദാഹിച്ചു വലഞ്ഞ ഭിക്ഷു വെള്ളം ചോദിക്കുമ്പോൾ ആ ബാലിക വെള്ളം ആദ്യം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഭിക്ഷുവിന്റെ വാക്കുകൾ കേട്ടിട്ട് ഒടുവിൽ അവൾ തർക്കമൊന്നും പറയാതെ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുകയാണ്. അത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, അവൾ ഒരു തന്വി, അതായത് ഒരു സ്ത്രീ ആയതുകൊണ്ട്. 2, ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം. കഥാകൃത്ത് സൂചിപ്പിക്കുന്ന കഥ ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ. 3, പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. തെളിഞ്ഞ രൂപങ്ങൾ എന്തായിരുന്നു? ആനകളായിരുന്നു. ഡോക്ടർ കെയുടെ അടുത്ത് വന്ന ആനകൾ. 4ാമത്തെ ചോദ്യം, പുളിമാവിന്റെ ഉടമ കൊടുത്ത കൽപ്പന എന്ത്? മാവ് മുറിച്ച് പലക പിടിക്കുന്നതിന്, അതായിരുന്നു കൽപ്പന. 5ാമത്തെ ചോദ്യം, വൈലോപ്പിള്ളി കവിതകളുടെ അടിയാധാരമായി വർത്തിച്ചത് എന്ത്? മാനവികതാ ബോധം. ഇങ്ങനെ 5 ചോദ്യങ്ങൾ. അടുത്തത്, മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരമെഴുതുക. 3 ചോദ്യം തന്നിട്ടുണ്ടാകും. അതിൽ 2 എണ്ണം. 2 മാർക്കാണ് ഒരു ഉത്തരത്തിന്. അങ്ങനെ 4 മാർക്ക്. 1ാമത്തെ ചോദ്യം, അതിൽ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? മലയാളത്തിലെ ഒരു ശൈലിയാണത്, പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്നത്. ആപത്ത് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും നേട്ടമുണ്ടാക്കുന്നവരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. പുരയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോൾ ആ തീ കെടുത്താൻ ശ്രമിക്കാതെ ആ പറമ്പിലുള്ള ആദായങ്ങൾ, വാഴ കുലച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വാഴക്കുല, ഇതൊക്കെ വെട്ടി അവിടെ നിന്നും കൊണ്ടുപോകുന്ന സ്വഭാവമുള്ള ആളുകൾ ധാരാളമായിട്ടുണ്ട്. അതുപോലെ റോഡിലൊരു വാഹന അപകടം ഉണ്ടാകുമ്പോൾ ആ വാഹനത്തിലെ സാധനങ്ങൾ താഴെ വീണിട്ടുണ്ടെങ്കിൽ അവിടെ അപകടം പറ്റിക്കിടക്കുന്ന ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാതെ തങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളും എടുത്തുകൊണ്ടു പോകുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന ശൈലി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി. ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ 2 വാക്യങ്ങൾ. ഇവിടെ പോയി എന്ന പദത്തിന്റെ താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ 2 വാക്യങ്ങളിലുമുള്ള പോയി എന്നതിന് 2 അർത്ഥമാണ് ഉള്ളത്. അർത്ഥവ്യത്യാസം ഒന്ന് പറയുക. ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി. അവിടെ പകച്ചു നിന്നുപോയി എന്നതിലെ അർത്ഥം ഒന്നും ചെയ്യാനാകാതെ നിശ്ചലരായി അവിടെ നിന്നു എന്നാണ്. ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇവിടെ പോയി എന്നതിന്റെ അർത്ഥം
അവർ അവിടെ നിന്നും മടങ്ങി പോയി എന്നാണ്. ഇനിയും 8ാമത്തെ ചോദ്യം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. 2 വാക്യങ്ങൾ തന്നിട്ടുണ്ടാകും. അതിനെ നമ്മൾ ചേർത്ത് ഒരു വാക്യമാക്കണം. ഞാൻ വായിക്കാം. ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. ഇതിനെ നമുക്ക് ചേർക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ചെറിയ പദങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുകയും കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒറ്റവാക്യമായല്ലോ. ഇതുപോലെയുള്ള വാക്യങ്ങൾ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരും. നമ്മളത് ശ്രദ്ധയോടെ വായിച്ച് ചേർത്തെഴുതണം, അല്ലെങ്കിൽ 2 വാക്യമാക്കണം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ 9ാമത്തെ ചോദ്യം മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് നമ്മൾ അര പേജിൽ കവിയാതെ ഉത്തരം എഴുതണം. 5 എണ്ണത്തിന് ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. അങ്ങനെ 20 മാർക്ക്. 9ാമത്തെ ചോദ്യം. ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതനിക്കു നീ. അന്നത്തെ കാലത്തെ എന്ത് സൂചനയാണ് ഈ വരികളിൽ കാണുന്നത്? സുഹൃതഹാരങ്ങൾ എന്ന കവിതയിലെ ഒരു ഭാഗമാണ്. വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന ചണ്ടാല ബാലികയോട് അതുവഴി ദാഹിച്ചു വന്ന ബുദ്ധഭിക്ഷു തനിക്ക് കുടിക്കാനായിട്ട് വെള്ളം ചോദിക്കുന്നു. എനിക്ക് വല്ലാതെ നാവ് വരണ്ടിരിക്കുകയാണ്, നീ എനിക്ക് വെള്ളം തരുന്ന കാര്യത്തിൽ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട, അത് എനിക്ക് തരിക എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അങ്ങനെ പറയുന്നത് അക്കാലത്തെ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥ അത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു എന്നതാണ്. ഇവിടെ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും ഇങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. ഉയർന്ന ജാതിക്കാരെ കാണാനോ സ്പർശിക്കാനോ താഴ്ന്ന ജാതിക്കാർക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ചെയ്താൽ അത് അയിത്തമാകും, പാപമാകും. പാപം കിട്ടുക താഴ്ന്ന ജാതിക്കാർക്കാണ്. വളരെയധികം പരിതാപകരമായ ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബുദ്ധഭിക്ഷു നീ ഭയപ്പെടേണ്ട, എനിക്ക് വെള്ളം തരൂ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തേത്. പാൽക്കാരൻ ബൊലേറാമിന്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞ മനോഭാവം എന്ത്? വൃദ്ധയായ അമ്മ ഒരു കാറിടിച്ച് വഴിയിൽ വീണ് കിടക്കുന്നു. ആ അമ്മയെ രക്ഷിക്കാൻ ആദ്യം ഓടിയെത്തുന്നത് അതുവഴി പാൽ കൊണ്ടുപോയിരുന്ന ബൊലേറാം ആണ്. അയാൾ ഓടി അമ്മയുടെ അടുത്തെത്തുകയും അമ്മയെ വേണ്ട വിധത്തിൽ പരിചരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ഒരു ടാക്സി ഡ്രൈവറെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ടാക്സി ഡ്രൈവർ ഇത് താങ്കളുടെ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ ബൊലേറാം നൽകുന്ന മറുപടി എന്റെ അമ്മയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുമായിരുന്നില്ല എന്നാണ്. ബൊലേറാമിന്റെ ആ വാക്കുകളിൽ നമ്മൾ തെളിഞ്ഞു കാണുന്നത് മാതാപിതാക്കളോട് സ്നേഹവും വാത്സല്യവും ഉത്തരവാദിത്വവുമുള്ള ഒരു മകനെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യമുഖങ്ങളാണ് ഓർമ്മിച്ചു വയ്ക്കാറുള്ളത്? ഡോക്ടർ കെ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഡോക്ടർ കെ അദ്ദേഹം താമസിക്കുന്ന ആ ക്വാർട്ടേഴ്സിന്റെ സമീപത്തേക്ക് ഒരു രാത്രിയിൽ 30ഓളം ആനകൾ എത്തിച്ചേരുകയാണ്. അതിൽ ഒരു ചെറിയ ആനക്കുട്ടിക്ക് കാലിൽ കുപ്പിച്ചില്ല് തറച്ചിട്ടുണ്ട്. അതിന്റെ ചികിത്സയ്ക്കാണ് ഈ ആനകൾ അവിടെ എത്തിയിരിക്കുന്നത്. ഡോക്ടർ കെ ആ ആനക്കുട്ടിയെ പരിചരിക്കുകയും അതിന്റെ കുപ്പിച്ചില്ല് വലിച്ചെടുത്ത് മരുന്ന് വെച്ച് കെട്ടി അതിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, 1.5 വർഷം മുൻപ് മുതുമലയിൽ വെച്ച് ഈ ആനക്കൂട്ടത്തിലെ ഒരു മുതിർന്ന ആനയ്ക്ക് കാലിൽ കുപ്പിച്ചില്ല് തറച്ചപ്പോൾ താൻ ചികിത്സിച്ചിട്ടുണ്ടെന്നും അന്ന് ആ ആനയുടെ സമീപത്ത് നിന്നിരുന്ന ആ ചെറിയ ആനക്കുട്ടിയാണ് ഇപ്പോൾ തന്റെ അടുത്ത് ചികിത്സാർത്ഥം വന്നിരിക്കുന്നതെന്നും
പറയുന്നു. അദ്ദേഹം പറയുന്നത് ആനകൾക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ അവരുടെ മുഖം അതിൻ്റെ മനസ്സിൽ പതിയും എന്ന് തന്നെയാണ്. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉള്ള മൃഗമാണ് ആന എന്നും അദ്ദേഹം പറയുന്നു. 1.5 വർഷം മുമ്പ് താൻ ചികിത്സിച്ച ഭേദമാക്കിയ ആ ഓർമ്മ, അതാണ് ആനക്കൂട്ടത്തിനെ ഇപ്പോൾ കിലോമീറ്ററുകൾക്കകലെ വീണ്ടും ഡോക്ടറുടെ സമീപത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പുളിമാവിനെ കവി എങ്ങനെയെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നു? പുളിമാവ് പച്ചക്കല്ല് വിളഞ്ഞു കിടക്കുന്ന ഗിരിശൃംഗത്തിന്റെ പ്രതിരൂപമാണ്. പാടത്തിന്റെ കരയിൽ നിൽക്കുന്ന ആ വൃക്ഷം ഒരു അടയാളം തന്നെയാണ്. വീടെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ പുളിമാവിന്റെ സമീപത്താണ് എൻ്റെ വീട് എന്ന് പറയാൻ സാധിക്കുമെന്ന് ആ കുടിയാൻ ഓർക്കുന്നു. മാവ് നിറയെ പൂത്തു നിൽക്കുമ്പോൾ അതിൽ ദേവന്മാർ അധിവസിക്കുന്നു. അതിൽ വിരിയുന്ന പൂക്കൾ ദേവന്മാരുടെ പുഞ്ചിരിയാണെന്ന് കവി പറയുന്നു. അതുപോലെ ഉച്ചനേരത്ത് കാറ്റടിക്കുമ്പോൾ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോഴുണ്ടാകുന്ന ആ മർമ്മര ശബ്ദം ദേവന്മാരുടെ സംസാരവുമാണെന്ന് പറയുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാനവികതാ ബോധം ആദ്യകാല വൈലോപ്പിള്ളി കവിതകളെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. വ്യക്തമാക്കുക. വൈലോപ്പിള്ളി കവിതകൾ അതിന്റെ അടിയാധാരമായി വർത്തിച്ചത് ആദ്യ കാലഘട്ടങ്ങളിൽ മാനവികതാ ബോധമാണ്. മനുഷ്യനാണ് ഏറ്റവും വലുത്, എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ, മനുഷ്യന്റെ താഴെയാണ് മറ്റുള്ളതെല്ലാം എന്നൊരു ചിന്ത അതായിരുന്നു കവിയിലുണ്ടായിരുന്നത്. മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റി പണിയാനുള്ള ഇച്ഛയുടെയും അതുപോലെ മഹത്വകാംക്ഷയുടെയും ഒക്കെ ഇഴകൾ കൂടിക്കലർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും, എവിടെ? കഥാകൃത്ത് ഇങ്ങനെ പറയാൻ കാരണമെന്ത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് അതിലെ ഒരു വാക്യമാണിത്. വളരെ നാളത്തെ ഊരുചുറ്റലിന് ശേഷം ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതി കഥാകൃത്ത് സ്വന്തം വീട്ടിലെത്തുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് അവിടെ അനുഭവപ്പെട്ടത് ആകെ ബഹളമയമാണ്. ഉമ്മയും തൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം അടങ്ങുന്ന വീട്, കുഞ്ഞുങ്ങളുടെ എപ്പോഴുമുള്ള കരച്ചിൽ, ഇതിനെല്ലാം പുറമെ മറ്റ് ജീവജാലങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട് ഉമ്മ വളർത്തുന്ന പൂച്ചകൾ, പിന്നെ അതുപോലെ ആ പൂച്ചകളെ പേടിച്ച് ഓടി നടക്കുന്ന 1,000 എലികൾ, കാക്കകൾ, ഉമ്മയുടെ സ്വന്തവും വീട് ഭരിക്കുന്നവരുമായ 100 കോഴികൾ, അതിന്റെ കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകാൻ വരുന്ന കാക്ക പോലുള്ള എറിയനും പരുന്തും അതുപോലെയുള്ള പക്ഷികൾ. ഇങ്ങനെ ആകെ ബഹളമയം. ചുരുക്കത്തിൽ ഒരു ചന്ത കൂടിയ ബഹളമാണെന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത ചോദ്യം 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിൽ 3 ചോദ്യം തന്നിട്ടുണ്ടാവും. 2 എണ്ണത്തിന് നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് നമുക്ക് 6 മാർക്ക് കിട്ടും. അങ്ങനെ 2 എഴുതുമ്പോൾ 12 മാർക്ക്. നമുക്ക് നോക്കാം. 15ാമത്തെ ചോദ്യം. നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത്? ഡോക്ടർ കെ ആനകളുടെ ഡോക്ടർ, ആന ഡോക്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആനകളും ഡോക്ടറും തമ്മിൽ ഒരു ആത്മബന്ധം, ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൂരെ നിന്ന് തന്നെ ആനകളുടെ ചൂരു മനസ്സിലാക്കിയിട്ട് ആനകളുടെ സ്വഭാവം, അവ എവിടെയാണ് താമസിക്കുന്നത് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു രാത്രിയിൽ ഡോക്ടർ കെയെ തേടി ഒരു ആനക്കൂട്ടം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് എത്തുകയാണ്. അതിലൊരു ചെറിയ ആനക്കുട്ടിക്ക് കുപ്പിച്ചില്ല് കാലിൽ തറച്ചു കയറിയിരിക്കുന്നു. അത് ഡോക്ടർ കെയെ കൊണ്ട് ചികിത്സിപ്പിക്കാനാണ് ഈ ആനക്കൂട്ടം അവിടെ എത്തിയത്. ആനകൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ അദ്ദേഹം
കാലിൽ കുപ്പിച്ചില്ല് കയറിയ ആ ചെറിയ ആനക്കുട്ടിയെ കാണുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടെ ആനക്കുട്ടിയുടെ സമീപത്ത് ചെന്ന് അതിനെ തലോടുന്നു. അതേസമയം ആനക്കുട്ടിയും അദ്ദേഹത്തെ തന്റെ ഒരു രക്ഷകർത്താവിനെ പോലെ തന്റെ തുമ്പിക്കൈ അദ്ദേഹത്തിന്റെ തോളിലൂടെ ഇട്ട് തഴുകുകയാണ്. ആനയും ഡോക്ടറും തമ്മിലുള്ള ഒരു ആത്മബന്ധം പൂർണ്ണമായിട്ടും നമുക്കിവിടെ തെളിഞ്ഞു കാണാം. ആ ആനക്കുട്ടിയെ അദ്ദേഹം ചികിത്സിക്കുന്നു. തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് എത്തുമ്പോൾ പുറമെ ഒരു 30ഓളം ആനകൾ അവരുടെ സന്തോഷവും നന്ദിയും ഒന്നിച്ച് ചിഹ്നം വിളിച്ച് ഡോക്ടർക്ക് നൽകുകയാണ്. അവരുടെ സന്തോഷമാണ്, നന്ദിയാണ് ആ കൂട്ട ചിഹ്നം വിളിയിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ആനകൾക്കും ഡോക്ടർക്കും തമ്മിലുള്ള ആ ഒരു വൈകാരിക ബന്ധം നമുക്കിവിടെ പൂർണ്ണമായും കാണാൻ സാധിക്കും. കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട്, 1.5 വർഷം മുമ്പ് താൻ മുതുമലയിൽ ഇതുപോലെ ഒരു ആനക്കൂട്ടത്തിലെ ഒരു വലിയ ആനയുടെ കാലിൽ കുപ്പിച്ചില്ല് കയറിയത് ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. അന്ന് ആ വലിയ ആനയുടെ സമീപത്ത് നിന്നിരുന്ന കുഞ്ഞാനയാണ് ഇപ്പോൾ തന്റെ അടുത്ത് ചികിത്സാർത്ഥം എത്തിയതെന്ന്. ഇപ്പോൾ ഡോക്ടർക്കും ആനകളെ കാണുമ്പോൾ തന്നെ അവർ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ആനകൾക്കും അന്ന് 1.5 വർഷം മുമ്പ് തങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കിയ ഡോക്ടറെ തേടി വരാനും അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ഉള്ള ആ ഒരു കഴിവ് ആനകൾക്കുമുണ്ട്. ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ ആനകൾ ആ മുഖം മറക്കുകയില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അതുപോലെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ആനകൾക്ക് ധാരാളമായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ആനകളുടെ ചരിത്രം, ആനകളുടെ മനഃശാസ്ത്രം മുഴുവനായി പഠിച്ച ഒരു ആന ഡോക്ടർ തന്നെയായിരുന്നു ഡോക്ടർ K.N. കൃഷ്ണമൂർത്തി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങളെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ് പുളിമാവ് വെട്ടി. പ്രകൃതിയിൽ വളരെ വർഷങ്ങളായിട്ട് എല്ലാവർക്കും സന്തോഷവും തണലും തണുപ്പുമൊക്കെ നൽകി അങ്ങനെ നിലനിന്നിരുന്ന ഒരു പുളിമാവ്. ആ പുളിമാവിനെ വെട്ടി പലക പിടിക്കാൻ അതിന്റെ ഉടമസ്ഥൻ ഇതാ അച്ചാരം വാങ്ങിയിരിക്കുകയാണ്. ആ പുളിമാവ് വെട്ടുമ്പോൾ എന്തെല്ലാം ആണ് സംഭവിക്കുന്നത് എന്ന് കവി ഇവിടെ വ്യക്തമാക്കുന്നു. ആ പുളിമാവിൽ ധാരാളം പക്ഷികൾ കൂടുകൂട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. ഇനി അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും തണലുള്ള സ്ഥലം നോക്കി നിങ്ങൾ പറന്നു പോകൂ എന്ന് കവി പറയുന്നു. അവിടെ ഇനി തണലില്ല, തണുപ്പില്ല, ഒന്നും തന്നെയില്ല. കൂറ്റൻ മഴ ആ പുളിമാവിന്റെ തടിയിൽ പതിക്കുമ്പോൾ അതിൽ ദുഃഖിച്ചിട്ട് ഭൂമി ഒന്ന് കുലുങ്ങുകയാണെന്ന് കവി പറയുന്നു. ഭൂമിയുടെ മക്കളാണത്രേ മരങ്ങൾ. തന്റെ പുത്രനെയാണ് ഇതാ മനുഷ്യൻ വെട്ടി വീഴ്ത്തുന്നത്. അതിൽ വിലപിച്ചിട്ടാണ് ഇവിടെ ഭൂമി പതുക്കെ ഒന്ന് കുലുങ്ങുന്നത്. അതുപോലെ കവി പറയുന്നു, സ്വന്തം അമ്മയുടെ നെഞ്ചിൽ തീക്കനൽ വാരിയിടുകയാണ് മനുഷ്യൻ. മനുഷ്യന് അതിലൊരു പ്രശ്നവുമില്ല, അവന് പണം മാത്രം മതി. സ്വന്തം അമ്മ ഇല്ലാതായാലും വേണ്ടില്ല, തനിക്ക് പണം മാത്രം മതി എന്ന ചിന്തയാണ് ഓരോ മനുഷ്യനും ഉള്ളത്. പ്രകൃതി നിലനിന്നാൽ മാത്രമേ, അതിന്റെ തനിമയിൽ നിലനിന്നാൽ മാത്രമേ മനുഷ്യനും ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. പ്രകൃതിയെ അല്ലെങ്കിൽ പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂരതകൾക്കെതിരെ എപ്പോഴും കവിതകൾ എഴുതിയിരുന്ന കവിയായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആസ്വാദനം തയ്യാറാക്കുക. ആസ്വാദനം ഒരു കവിതാഭാഗമായിരിക്കും നമുക്ക് തരിക. ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിലെ കവിതാ ഭാഗമായിരിക്കും, ചിലപ്പോൾ അതിന് പുറമേ നിന്നുള്ളതായിരിക്കും. അത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥവും ആശയവും എഴുതുക. ഞാനിവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മുടെ പ്രകൃതി പാഠങ്ങളിൽ വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, അതാണ്. ഞാനത് വായിക്കാം. കവി പാടി വാഴ്ത്തും പഠിക്കും ഞാൻ, പണ്ടഴകാർന്ന തേനൊഴുക്കായിരുന്നു. എങ്കിലീ വൻകൊടു നീരൊഴുക്കും കമ്പനി വന്നതാണെൻ ദുരന്തം. സ്നാനപാനങ്ങൾ അപായമായി മാറി, ഞാനൊരു പൂതനയായി മാറി. പൊടിമീനിനങ്ങളും ചത്തുപൊങ്ങി, വിടവാങ്ങി കൊറ്റികൾ വിട്ടുപോയി.
അകലേൻ തണ്ണീരടിച്ച കോളിൽ തവളകൾ ഞാണൂൽ തവഞ്ഞു ഞണ്ടും മൃതിപെട്ടു പൊങ്ങുന്നു നേർക്കു കാൺമോർ അതികഷ്ടം എന്നകം നൊന്തു നിൽപ്പു. ഇവിടെ ചെകുത്താനെ കൂട്ടുചേർത്തും വ്യവസായം വേണമെന്നാണു വാദം. അവസാനം മൃത്യുവിൻ കാളകൂടം വ്യവസായം മാത്രം ഇരമ്പി നിൽപ്പു. ഒരു കൊച്ചുകാലും ഈ കാളിയന്റെ തലതച്ചു പായിക്കാനില്ലയെന്നോ. ഇത്രയും വരികളാണ് ഞാൻ തന്നിരിക്കുന്നത്. നമ്മൾ ആസ്വാദനം എഴുതുമ്പോൾ ആദ്യം ആ കവിത ആരെഴുതിയതാണ്, ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് എന്നൊക്കെ ഒന്ന് ചേർക്കണം. ഇവിടെ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മൃതസഞ്ജീവനി എന്ന കാവ്യ നാടകത്തിലെ ഒരു ഭാഗമാണ് ഈ വരികൾ. ഇതിലെ കഥാപാത്രം സ്വപ്നത്തിൽ കാണുന്ന ആ പുഴയുടെ രോദനം, വിലാപമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പുഴ പ്രകൃതിയുടെ ഭാഗമാണല്ലോ. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒന്ന്. പുഴ നമുക്ക്, മനുഷ്യന് എന്തെല്ലാം ഗുണങ്ങളാണ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികൾ മൂലം പുഴ വിലപിക്കുകയാണ്. പുഴ പറയുന്നു, കവികൾ വാഴ്ത്തിപ്പാടിയ ഞാൻ എന്തൊരു ഭംഗിയുള്ള തേൻ പോലെയുള്ള വെള്ളം ഒഴുക്കുന്നവളായിരുന്നു. എന്നാൽ എന്നിലെ വെള്ളം ഇതാ വിഷമയമായിരിക്കുന്നു. അതിന്റെ കാരണം എൻ്റെ സമീപത്ത് കമ്പനികൾ വന്നതാണ്, വ്യവസായശാലകൾ വന്നതാണ്. ആ വ്യവസായശാലകളിൽ നിന്നും വിഷമയമായ വെള്ളവും മാലിന്യങ്ങളും എന്നിലേക്ക് ഒഴുക്കുന്നു. അങ്ങനെ എന്നിലെ വെള്ളം, തേൻ പോലെയുള്ള എന്നിലെ വെള്ളം ഇതാ വിഷമയമായി, മാലിന്യമായി മാറിയിരിക്കുന്നു. എൻ്റെ സ്നാനപാനങ്ങളിൽ സന്തോഷത്തോടെ കുളിക്കുവാൻ ഇന്നാർക്കും സാധിക്കുന്നില്ല. എന്നിലുള്ള പൊടിമീനുകളും മറ്റ് ജീവജാലങ്ങളും എല്ലാം ചത്ത് പൊങ്ങുകയാണ്. ഇതിൻ്റെയെല്ലാം കാരണം മനുഷ്യന്റെ പണം വേണം, പണമുണ്ടാക്കണം എന്ന ചിന്തയാണ്. അതിനുവേണ്ടി അവൻ വ്യവസായശാലകൾ കെട്ടിപ്പൊക്കുന്നു. ഏതൊരു ചെകുത്താനെ കൂട്ടുചേർത്തും വ്യവസായം സ്ഥാപിക്കുകയാണെന്ന് മനുഷ്യൻ ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്നിൽ കാളകൂട വിഷം വ്യാപിക്കുകയാണ്. ആ വ്യവസായം എന്ന ആ കാളിയനെ തല തച്ചു പായിക്കാൻ ആരുമില്ലേ എന്ന് ചോദിച്ച് ദീനദീനം വിലപിക്കുകയാണ് പുഴ. ഇവിടെ ഈ കവിതാഭാഗത്ത് കവി വ്യക്തമാക്കുന്നത് മനുഷ്യൻ പ്രകൃതിക്കെതിരെ ചെയ്യുന്ന ക്രൂരത തന്നെയാണ്. പ്രകൃതി നല്ല രീതിയിൽ നിലനിന്നാൽ മാത്രമേ മനുഷ്യന് ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ. പ്രകൃതിയും മനുഷ്യനും ഒന്നായിരിക്കണം. അവർ ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പ്രകൃതി നമുക്കെതിരെ തിരിയും. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല വിപത്തുകളും, പ്രകൃതിക്ഷോഭങ്ങൾ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മലയിടിച്ചിൽ, അതിവരൾച്ച, ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്ന ആ അനീതികൾക്കെതിരെ പ്രകൃതി നമ്മോട് കാണിക്കുന്ന ക്രൂരത തന്നെയാണ്. മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്രയുമാണ് ഞാൻ ഈ മാതൃകാ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് തരുന്നത്. ഈ ചോദ്യങ്ങൾ, ഞാൻ തന്നിരിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ ഒന്ന് 2-3 ആവർത്തി ഒന്ന് കേൾക്കുക, മനസ്സിലാക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ വേറൊരു ചോദ്യപേപ്പറുമായിട്ട് വരാം. അപ്പം എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ